ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏലച്ചെടിയൊക്കെ നന്നായിട്ട് ഒരുക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് അധികം ഇല ഒന്നും ഉണങ്ങിപ്പോയില്ല, നമുക്ക് കുറച്ച് ഏലച്ചെടികൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി നമുക്ക് പുതിയ ഏലച്ചെടി നടാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഏലച്ചെടിയൊക്കെ നന്നായിട്ട് ചപ്പൊക്കെ പറിച്ച് ഒരുക്കി നിർത്തിയേക്കാണ്. ഇനി ഇതിന് നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഏലത്തിനകത്ത് ഏലം മാത്രമല്ല, അതിനിടയ്ക്ക് ജാതി, കൊടി, അങ്ങനെയുള്ള എല്ലാ കൃഷികളും കൂടിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജാതിയാണ് നിൽക്കുന്നത്. പിന്നെ കാപ്പി, അങ്ങനെ എല്ലാ തരം കൃഷികളും ഉണ്ട് കേട്ടോ. സാധാരണ ഏലം തന്നെയാണ്, ഏലം നന്നായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ ഏലം തന്നെയാണ് നടാറ്. അപ്പോൾ നമ്മുടെ ഏലം ഇച്ചിരി പറിച്ചുകൊണ്ടേ വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മളൊരു തട്ടയായിട്ടാണ് നട്ട് കൊടുക്കുന്നത്. സാധാരണ ഒരു ചിമ്പായിട്ട് നമുക്ക് നടാം, അപ്പോൾ ഇത് നമ്മളൊരു തട്ടയായിട്ടാണ് നടുന്നത്. അപ്പോൾ അതിനായിട്ടും അച്ചാച്ചന് ഇവിടെ ചെറിയൊരു കുഴി എടുക്കുക കേട്ടോ. പഴയ ഏലം പറിച്ച് കളഞ്ഞിട്ട് അപ്പടി ഉണങ്ങിപ്പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോടൊക്കെ നമുക്ക് കളച്ച് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെറിയൊരു കുഴി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഏലത്തിൻ്റെ ചോട് മാത്രം മൂടി നിൽക്കത്തക്ക രീതിയിൽ. നമ്മൾ ഒരുപാട് ഭയങ്കര ഇതായിട്ടുള്ള ഏലകൃഷിക്കാരൊന്നുമല്ല, നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഏലകൃഷി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ, നന്നായിട്ട് തൂമ്പാക്കി. അതിന് ശേഷം ചെറിയൊരു കുഴിയായിട്ട് എടുക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ കുഴി എടുത്തപ്പോഴത്തേക്കും ഈ ഒരു കുഴി എടുത്തപ്പം നമ്മൾ 2 ചോടാട്ടോ അതിനേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് കുഴിക്ക് വലിപ്പം കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഏലം അച്ചാച്ചനാണെങ്കിൽ ഇന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പം വെച്ചപ്പോഴത്തേക്കും ഒരു തട്ടയും കൂടെ വെക്കാനായിട്ടുള്ള ഇടയില്ല. അപ്പോൾ ഒന്നുകൂടെ കുഴിക്ക് ഇത്തിരിയോടെ വിസ്താരം കൂട്ടാമെന്ന് വിചാരിച്ചു. ഈ 2 തട്ടയും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ ചിമ്പായിട്ട് നടുവാണെങ്കിൽ ഓരോ ചിമ്പ് വെച്ച് മാത്രമേ നമ്മൾ നട്ടു കൊടുക്കുള്ളൂ കേട്ടോ. അതിന് ശേഷം ഏലച്ചെടിയുടെ വേര് നന്നായിട്ട് മൂടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വേര് മുറിഞ്ഞൊക്കെ പോകാത്ത രീതിയിൽ നമ്മൾ മണ്ണിട്ടിട്ട് ചെറുതായിട്ടും ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു കമ്പ് നാട്ടി കൊടുക്കുക. അതിലിത് നമ്മുടെ ഏലത്തിൻ്റെ നമ്മൾ നട്ട ഇത് കെട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം കാറ്റൊന്നും പിടിച്ച് മറിഞ്ഞു പോകാതിരിക്കും. കാരണം ഇതിൻ്റെ ചോട് കുറച്ച് ഭാഗം മാത്രമാണല്ലോ മണ്ണിൽ നിൽക്കുന്നത്. ഇപ്പോൾ തൊമ്മുക്കുട്ടിന് പറമ്പിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് മണ്ണിൽ പണിയാനായിട്ട് ഇങ്ങനെ ധൃതി പിടിച്ച് നടക്കുവാണ്. അപ്പോൾ അത് വള്ളി ഉപയോഗിച്ച് കെട്ടി വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം കാട്ടുകോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കാനായിട്ടും പിന്നെ ഏലത്തിനത് നല്ലതാണ് കേട്ടോ, നമ്മൾ ചപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി കൊടുത്തു. അപ്പോൾ അതിനടുത്ത് വേറൊരു ചെടി നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള ഇതൊക്കെ അങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പറിച്ച് നമുക്കൊന്ന് കൂട്ടി നടാമെന്ന് വിചാരിച്ചു. എൻ്റെ ആ നടുക്കുള്ളത് പറിച്ച് കളഞ്ഞതിന് ശേഷം നല്ല ചിമ്പൊക്കെ അടുപ്പിച്ച് നടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് അതും പറിച്ച് നല്ല വൃത്തിയായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഇത് നമ്മുടെ ജാതി കായ്ച്ച് നിൽക്കുന്ന കേട്ടോ. ഇത് അധികം നാളായില്ല കായ്ച്ച് കഴിഞ്ഞിട്ട്, ഒരു 2-3 വർഷമായുള്ളൂ. അതാണ് കൊണ്ട് ഒരുപാട് ജാതിക്ക് ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജാതിക്ക ഒരുപാട് കഴിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ജാതിക്കയുടെ അത്ര വലിയൊരു ഇഷ്ടമൊന്നുമില്ല. കാരണം നമ്മുടെ വാഴ രുചിയൊക്കെ പോകും. പിന്നെ ഇത് വേറൊരു ജാതി നിൽക്കുന്ന ഇത് കായ്ക്കാനായിട്ട് കുറേ നാളുകളായതാണ്. ഇനി ഇത് നമ്മളെ ഏലത്തോട്ടത്തിൽ കൂടെ പിന്നീട് നമ്മൾ അടുത്ത് നടാനായിട്ട് ഇറങ്ങി പോവാം കേട്ടോ. അപ്പോൾ ഏലത്തിൻ്റെ ചോടൊക്കെ നന്നായിട്ട് തെളിച്ച് വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നമ്മൾ മഴ പെയ്തതിന് ശേഷം കേട്ടോ അതൊക്കെ ചെയ്തേക്കുന്നത്. ഇനി ബാക്കി നടാനുള്ള തട്ടയാട്ടോ ഇത്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് നട്ട് ഉണങ്ങിപ്പോയതാട്ടോ അതും. അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരുപാട് ഉണങ്ങിയൊന്നും പോയില്ല. പക്ഷെ നമ്മൾ നനച്ചൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. നമുക്ക് ഇതിനകത്ത് കൊടിയും കാപ്പി അങ്ങനെയുള്ള എല്ലാവിധ കൃഷികളും കൂടി ആട്ടോ. നമുക്ക് ഏലം തന്നെയല്ല. പിന്നെ ഏലം നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ കുഴിയൊന്നും എടുത്ത് നട്ടുപിടിപ്പിക്കില്ല. എൻ്റെ ചോറ് മാത്രം നമ്മളൊന്ന് മണ്ണ് തുറപ്പിച്ച് കൊടുക്കുന്നു കേട്ടോ. ഇതേപോലെ ചെറിയൊരു കുഴി കുത്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഏലത്തട്ട ഇറക്കി വെച്ചിട്ട് നമ്മൾക്ക് കൈക്ക് അതിൻ്റെ വേരൊക്കെ മുറിഞ്ഞു പോകരുത് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലെ തന്നെ നമ്മൾ ചിമ്പ് എടുത്തേക്കുന്ന കേട്ടോ.
ഇനി അതിന് ശേഷം അതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണിട്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുത്തതിന് ഇനി നമുക്കൊരു കമ്പ് വെച്ച് നാട്ടി കൊടുക്കണം കേട്ടോ. കാരണം ഇത് ചുവട് മറിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ്. വേര് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ കമ്പൊക്കെ മാറ്റി കൊടുക്കുള്ളൂ കേട്ടോ. ഒരു വർഷമൊക്കെ ആകുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഇനി ചിമ്പൊക്കെ ഒരുപാടുണ്ടായി വരും. അപ്പം അങ്ങനെ അതും നട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഒറ്റയ്ക്കൊരെണ്ണം മാത്രം നട്ട് കൊടുക്കുന്നവരുമുണ്ട്. നമുക്ക് ഈ രീതിയിൽ നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഫാഷൻ ബൂട്ടാട്ടോ കയറി ഈ ഏലത്തിൻ്റെ ചുവട്ടിലുള്ള പ്ലാവേക്കട കയറി പോക്കുന്നത്. അവിടെ ഫാഷൻ ബൂട്ട് കിടപ്പുണ്ടേ. ഈ കാപ്പി എന്ന് പറയാൻ ചെറിയ കാവേരി കാപ്പി എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു കാപ്പി കേട്ടോ, അതും ഇവിടെ നിൽപ്പുണ്ട്. അതിനാണ് ഞാൻ ഫാഷൻ ബൂട്ട് എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ 2-3 എണ്ണ കിടപ്പുള്ളൂ. അപ്പോൾ ഒരെണ്ണം നല്ല കേട്ടോ, ബാക്കിയുള്ളത് പച്ചയായിരുന്നു കേട്ടോ. കാറ്റടിച്ചപ്പോൾ ചാടിയതാണ്. അങ്ങനെ ഇന്നത്തെ ഏലനടിയിലൊക്കെ ഞങ്ങൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറി പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാണ്ട് നിൽക്കുന്നത് മലയിഞ്ചി. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഏലത്തിൻ്റെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വിത്താണ് നമ്മൾ ഉണക്കി നമ്മളിത് പറിച്ചിട്ട് ഇതിൻ്റെ വേരൊക്കെ ചെത്തി ഉണക്കിയെടുത്ത് നമുക്ക് വിൽക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏലച്ചെടിയോട് തന്നെ ഏകദേശം രൂപസാദൃശ്യമുള്ള ഒന്നാട്ടോ മലയിഞ്ചി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറി പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി പോകുന്ന സൈഡ് ഇതുപോലെ തന്നെ കാപ്പി ഏലവും പൊടിയൊക്കെ ആട്ടോ നിൽക്കുന്നത്. ഇതൊക്കെ തയ്യേലമാണ്. ഇതിനൊക്കെ നട്ടിട്ട് 1 വർഷം ആകാത്ത ഏലച്ചെടികളാട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഷെയറും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓളം നോക്കാൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.